it's Krishna. Welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ ഞാൻ പൂനെയിലെ ലാസ്റ്റ് ഞങ്ങൾ എപ്സ്റ്റേ സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ. സോ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ സൂര്യ ചേച്ചിയുടെ അടുത്ത് പോയി ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തു. എപ്സി റോഡിലോട്ട് ചെന്നു. അവിടെ നിന്നൊരു 15 മിനിറ്റ് ഞങ്ങൾ എപ്സി റോഡിൻ്റെ ഉള്ളിലോട്ട് കയറാൻ ചെന്നു. കാരണം അവിടെ ട്രാഫിക് ആയതുകൊണ്ട് ഓട്ടോസൊന്നും പോവില്ല. അങ്ങനെ എൻ്റെ ഫ്ലാറ്റ്മേറ്റായ സുസ്മിതേനെ കാണാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. സോ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ ചെറുകിട കച്ചവടങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഉള്ളിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ സുസ്മിതേനെ കണ്ടു ഫൈനലി. ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് നമുക്ക് കിട്ടും. വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് ഐറ്റങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷോള് വെറും 150 രൂപയുള്ളൂ. അത് നമ്മുടെ നാട്ടിലൊരു 100-200 രൂപ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ജ്വല്ലറീസ് ആണെങ്കിലും റേറ്റ് 100 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ്, 60 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് ഉള്ള ചെറിയ കമ്മലുകളുണ്ട്. വള, മാല, കമ്മൽ എല്ലാം അവിടെ കിട്ടും വളരെ വിലക്കുറവിന്. ഈ എപ്സി സ്ട്രീറ്റ് എന്ന് പറയുന്നത് തന്നെ ഗേൾസിന് ലേഡീസിന് വേണ്ടിയുള്ളതാണ്. സോ ഷോപ്പിംഗ് ചെയ്ത് പകുതി അപ്പം മഴ പെയ്തു, ഒരുപാട് ലേറ്റായി. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ചെറിയ രീതിയിൽ സംസാരം അടുത്ത പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ അവിടെ ഒരു അമ്മൂമ്മ വന്നു. അമ്മൂമ്മ റോസാപ്പൂ വിൽക്കുന്നതാണ്. അപ്പം ഞങ്ങൾ സൂര്യചേച്ചി സുസ്മിത റോസാപ്പൂ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള തീരുമാനമായി. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ. സോ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് കാണാനുണ്ട്. ഈ മഴയത്ത് എന്തെങ്കിലും ചൂട് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. റൂമിലിപ്പോൾ ഞങ്ങൾ ആരും കുക്ക് ചെയ്യാനുള്ള എനർജി ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഇവിടുന്ന് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ തീരുമാനിച്ചു. പോകുന്ന വഴി നല്ല മഴ. ഞങ്ങൾ ചെറിയ ചെറിയ കടകളിൽ കയറിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഷോപ്പിങ്ങും നടക്കും, കുറച്ച് മഴയത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്യാം. മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഷൂസ് മാറ്റി ഞാനും സുരക്ഷിച്ചും സെയിം ചപ്പൽ വാങ്ങി. അങ്ങനെ ഇവിടെ കയറിയപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ചെയ്തിരുന്നു, ചെറിയ കമ്മലുകളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ 15 മിനിറ്റ് ഞങ്ങൾ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റി. കാരണം അത്രയ്ക്കും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്. സോ സുസ്മിത ബർഗർ ഓർഡർ ചെയ്തു. ഞാനും സുരക്ഷിച്ചും മസാല ദോശയും പിന്നെ ഒരു പ്ലെയിൻ ദോശയും ഓർഡർ ചെയ്തു. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വെയിട്രസ് വന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. കുട്ടികൾക്കായിട്ട് തന്നെ ഒരു ചെയറൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടികൾക്ക് ഇരുന്ന് കഴിക്കാൻ പയ്യെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ബട്ട് ക്രൗഡഡ് ആയതുകൊണ്ട്, മഴ ആയതുകൊണ്ടും നൈറ്റ് ആയതുകൊണ്ടും ശരിക്കുള്ളൊരു വ്യൂ എടുക്കാൻ പറ്റില്ല. സോ ഞങ്ങളെല്ലാവരും നല്ല വിശപ്പായതുകൊണ്ട് ഫസ്റ്റിനെ ഫുഡിനെ അറ്റാക്ക് ചെയ്യാമെന്ന് കരുതി. സോ ഈ ബർഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ചട്നി പോലത്തെ ഒരു സോസാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇന്ത്യൻ ടച്ച് വരുന്നുണ്ട് അവിടെ. സോ ബർഗർ, ഇതുപോലത്തെ ബർഗർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാബ് കിട്ടിയില്ല. ഫൈനലി ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തു. സോ ഇതിൻ്റെ ലാസ്റ്റ് പൂനെ നൈറ്റ് ഔട്ടാണ്. സോ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്തനൊക്കെ പറഞ്ഞ് പയ്യെ നിന്നു. സോ ഓട്ടോറിക്ഷ വരാറായി. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ടയേർഡ് ഉണ്ട് ഞങ്ങൾക്ക്. ബട്ട് സ്റ്റിൽ ഞങ്ങളൊരു എനർജിയിലാണ്. എല്ലാവരും നല്ല ടയേർഡാണ്. ബട്ട് എല്ലാവരും കൈ നിറയെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐറ്റങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി വീട്ടിലോട്ട് പോയി റെസ്റ്റ് എടുക്കാമെന്നുള്ള സന്തോഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൂനെയിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. സോ നെക്സ്റ്റ് ടൈം ഇനി പൂനെ ചെല്ലുമ്പോൾ നോക്കാം. അങ്ങനെ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ റൂമിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുസ്മിത റൂമിലോട്ട് പോയി. അപ്പോൾ സുസ്മിത പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് ഡിന്നർ ഉണ്ടാക്കാമെന്ന്. സോ അപ്പോൾ അവൾ നോർത്ത് ഈസ്റ്റേണാണ്. അപ്പം അവിടെ ഒരു പ്രത്യേകതരം ഫുഡുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അവളപ്പം സ്റ്റിക്കി റൈസ് ആൻഡ് പൊട്ടറ്റോ ഫ്രൈഡ് ഉണ്ടാക്കി. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഇത് ശരിക്കും ലാസ്റ്റ് ഡേ പൂനെയിൽ ഇത് വല്ലാത്തൊരു മെമ്മറി ആയിരുന്നു. ഇത്രയും നാളും ക്ലാസ്സും തിരക്കായിട്ട് എനിക്ക് പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്ങും. സോ ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്ത് പോയെങ്കിലും ഇത്രയും ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് പോകുന്നത് ഒത്തിരി കാലത്തിന് ശേഷമാണ്.
So that's all about today's video.